നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തികേ, തനിക്കിപ്പോ എന്താ തോന്നേ? എന്ത്? അല്ല, ശാലിനി വന്നതിനെ പറ്റി എനിക്കെന്ത് തോന്നാൻ? തനിക്കെന്തോ ഒരു ഭയം പോലെ. ഒന്നുമില്ല. പൊന്നി, 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 പൊന്നി. ഓ, പറഞ്ഞതുപോലെ അവളില്ലല്ലോ. പൊന്നി വന്നു സത്യമേ. എന്തെങ്കിലും വേണോ? ഞാൻ എടുത്തോണ്ട് വരാം. എന്താ സത്യമേ? നീ വന്നോ? കുറച്ച് ചൂടുവെള്ളം എടുക്ക്, തൊണ്ടയ്ക്ക് എന്തോ പോലെ. കണ്ടക്ഷോഭം കുറെ നടത്തിയതല്ലേ, അങ്ങനെ തൊണ്ടമാവായിരിക്കും. രാഘവിട്ട ചുമ്മാതിരിക്കുന്നേ. ഓ, എന്തേ? രാഘവ് സാറേ, രാഘവ് സാറേ, സാറേ, എന്തോടോ? ശ്യാമക്കുഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു. സത്യമാണോടോ പിള്ളേ? അതെ സാറേ, ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. ശാലിനി കുഞ്ഞിനെ കണ്ടപ്പോ മുതല് മുഖത്തൊരു ശാന്തതയൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു തന്നെ ശരി. രോഹിത്തേ, ശ്യാമിക്കുള്ള മരുന്നേ ശാലി തന്നെയാ. മരുന്ന് മാത്രമൊന്നും അല്ല, മറ്റുള്ളവരുടെ മനസ്സ് കാണാനും പഠിക്കണം. ദാ സത്യമേ, അല്ല, നിന്റെ കൊച്ചിന്റെ പനി കുറവുണ്ടോ? കുറവുണ്ട് സത്യമേ. ദേഹം മൊത്തം ഒന്ന് വിയർത്ത് പനി വിട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓടിപ്പഞ്ഞിങ് വരണമെന്നില്ലായിരുന്നു. ഇവിടെ ആളെണ്ണം കൂടുതലാ. ഇപ്പോ ശ്യാമയെ നോക്കാൻ ഒരു ഹോം നേഴ്സും കൂടി വന്നിട്ടുണ്ട്. പെണ്ണുങ്ങൾ എത്ര പേരാ വെറുതെ ഇരിക്കുന്നത്? ഓരോരുത്തര് ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി ഒന്ന് പെരുമാറ്, ഇല്ലെങ്കിൽ മേധസ് മുറ്റും. നീ തന്നെ ഇത് പറയണം ഭാമേ. രാഘവട്ട, വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. അയ്യോ, നീ എഴുതിയ പുറം തന്നെ ഞാനീ വായിച്ചോണ്ടിരിക്കുന്നതേ. ഓ, ആ, ഹലോ. എന്ത്? ആ, ശരി, ഞാൻ വിളിച്ചോളാം. എന്താടാ? പപ്പിമോളെ കാണാനില്ലെന്ന്. അവളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചേ. സ്കൂളിൽ നിന്ന് അവളെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.